ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം, ശാരദാംബയ്ക്ക് വന്ദനം. ഈ ഗ്രൂപ്പിൻ്റെ മുഖ്യ അഡ്മിൻ അനിൽജി, മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളെ, സുഹൃതികളായ സജ്ജനങ്ങളെ, സഹപഠിതാക്കളെ, ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഈ ഗ്രൂപ്പിൽ ആത്മോപദേശ ശതകത്തിൻ്റെ മഹായജ്ഞാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ ഇന്ന് 54-ാം ദിവസമാണ്. ആത്മോപദേശ ശതകത്തിലെ 75-ഉം 76-ഉം ശ്ലോകങ്ങളാണ് എനിക്കിവിടെ മനനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ആത്മദർശനം ആനുഭൂതികമായി, ഗുരു തന്നെ ആനുഭൂതികമായി ഉള്ളടക്കം ചെയ്തു വച്ചിരിക്കുന്ന ഒരു അമൂല്യമായ ഒരു കൃതി തന്നെയാണ് ആത്മോപദേശ ശതകം. അത് 100 ശ്ലോകങ്ങളിലായിട്ട് ഗുരു നമ്മൾക്ക് രചിച്ചു തന്നിരിക്കുകയാണ്. 1894-ലാണ് ഗുരു ഈ ആത്മദർശനം നമുക്കായിട്ട് രചിച്ചു നൽകിയത്. മൃഗേന്ദ്രമുഖം എന്ന ഒരു അപൂർവമായൊരു വൃത്തമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ആത്മദർശനം അല്ലെങ്കിൽ ആത്മാനുഭവം അത് നമ്മൾക്കായിട്ട് രചിച്ചു നൽകുകയാണ്. എങ്ങനെയാണ് ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തേണ്ടതെന്നൊരു ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നത് പോലെയാണ് ആത്മോപദേശ ശതകം രചിച്ചു തന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് തന്നിട്ടുള്ള 75-ഉം 76-ഉം ശ്ലോകങ്ങൾ ഒന്ന് ആലപിച്ചുകൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് കടക്കാം. പ്രകൃതി ജലം തനു ഫേനമാഴി ആത്മാ അഹമഹമെന്നലയുന്ന ദൂർമിജാലം അകമലരാർന്നറിവൊക്കെ മുത്തു താൻ താൻ നുകരുവതാമൃതായതിങ്ങുനൂനം മണലളവറ്റു വാപിന്മേൽ അണിയണിയായി അല വീശിടുന്ന വണ്ണം അമൃത പരമ്പര വീശിയന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിയിടുന്നു. ഇനി നമ്മൾക്ക് 75-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. പ്രകൃതി ജലത്തിൻ്റെ സ്ഥാനത്താണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിരൂപണം ചെയ്തിരിക്കുന്നത്. തനുഫേനം വേറെ വേറെ എന്ന് കാണപ്പെടുന്ന, അതായത് ശരീരങ്ങൾ, ഫേനം എന്ന് വെച്ചാൽ കുമിളകളാണ്. തനു ശരീരം കുമിളകളുടെ സ്ഥാനത്തും പ്രകൃതിയെ ജലത്തിൻ്റെ സ്ഥാനത്തുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആഴി ആത്മാവ് ആഴിയുടെ സ്ഥാനത്ത്, ആഴി എന്ന് വെച്ചാൽ കടലിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ആത്മാവ് കടലാണ്, പ്രകൃതി ജലമാണ്, ആ ജലത്തിലെ കുമിളകളാണ് ശരീരം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഹം എന്ന്, ഞാൻ എന്ന് അലയുന്നത്, ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് ഊർമിജാലം, അത് തിരകളുടെ ഒരു കൂട്ടമാണ്. ഞാൻ, എൻ്റേത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അലഞ്ഞു നടക്കുന്നത് ഒരു തിരകളാണ്. അപ്പം ശരീരം കുമിളകളാണ്. ഞാൻ എന്ന് പറഞ്ഞു അലഞ്ഞു നടക്കുന്നത് തിരകളുടെ സ്വഭാവമാണ്. പ്രകൃതി ജലമായിട്ടും ആത്മാവിനെ സമുദ്രമായിട്ടുമാണ് ഇവിടെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അകമലരിൽ നമ്മുടെ ഉള്ളിന് അകത്തിനെ ഒരു പൂവായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അറിവൊക്കെ, അതായത് നമ്മുടെ ഉള്ളില് മനസ്സ് ഉള്ള അറിവുകളൊക്കെ മുത്തുതാൻ, ഈ കടലിന്റെ അടിത്തട്ടിൽ മറഞ്ഞു കിടക്കുന്ന മുത്തുകളാണ്. കടൽ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ അടിത്തട്ടിലുള്ള അതിന്റെ ആനന്ദം തന്നെയാണ് ആ മുത്തുകൾ. താൻ നുകരുവതാം, അവരവർ നുകർന്നുകൊണ്ടിരിക്കുന്ന അമൃത എന്ന് വെച്ചാൽ അമൃതരസം ആയതിങ്ങുനൂനം, ആയിരിക്കുന്നത് അറിവാകുന്ന മുത്ത് തന്നെയാണെന്നാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആഴി എന്താണ്? ആത്മാവാണ്. ഫേനം അതിലെ കുമിളകള് ശരീരമാണ്. പ്രകൃതി ജലമാണ്. ഞാൻ എന്ന് പറയുന്നത് അതിലെ തിരമാലകളാണ് എന്നെല്ലാം ഗുരു ഇതിലൂടെ പറഞ്ഞു തരുന്നു. അപ്പോൾ ഇവിടെ ആത്മസത്യത്തെ മുത്തു വിളയുന്ന ഒരു കടലിനോട് ഉപമിച്ചിരിക്കുന്നു. കടലിൽ നടക്കുന്ന എല്ലാ ചലനങ്ങൾക്കും മാറ്റങ്ങൾക്കും ആധാരം വെള്ളമാണല്ലോ. വെള്ളമില്ലെങ്കിൽ അവിടെ ചലനങ്ങൾ നടക്കില്ല. അപ്പോൾ ആ വെള്ളമാണ് പ്രകൃതി. അപ്പോൾ ആത്മസത്യമാകുന്ന കടലിൽ നടക്കുന്ന സർഗപ്രക്രിയയ്ക്ക് ജലമായിരിക്കുന്നത് അവിടെ പ്രകൃതിയാണ്. അതിനെ നമ്മൾ മൂലപ്രകൃതി എന്ന് പറയുന്നു.
ഇനി ഈ കടലിന്റെ മുകൾ പരപ്പിൽ, ഈ ജലത്തിന്റെ മുകൾ പരപ്പിൽ, കടലിൽ ജലമാണല്ലോ, അതിന്റെ മുകൾ പരപ്പിൽ സദാ സമയവും കുമിളകൾ പൊട്ടി വിടരുകയും പൊലിയുകയും ചെയ്യും. ഇങ്ങനെ കുമിളകൾ ഉണ്ടാകുകയും പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തെയാണ് പറയുന്നത്. ശരീരം ഇതുപോലെയാണ്, ശരീരം ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെയാണ്, കുമിളകളെ പോലെയാണ് ശരീരം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തോടെ അലയാറുണ്ടല്ലോ, എൻ്റെ ശരീരം, അല്ലെ ഞാൻ ആരാണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളും ആ വ്യക്തിബന്ധങ്ങളും വെച്ച് പുലർത്തുന്നത് എന്തായിരിക്കും? കടലിൽ പൊന്തി വരുന്ന തിരകൾ പോലെയാണത്. ഇങ്ങനെ തിരയും വന്നും പോയും. ആ തിര കടലിൽ നിന്നുണ്ടാവുന്നു, കടലിലേക്ക് അമരുന്നു. ആത്മാവിൽ നിന്നുണ്ടാവുന്നു, ആത്മാവിലേക്ക് അമരുന്നു. അങ്ങനെ ഓരോരുത്തരും ഉള്ളിൽ അനുഭവിക്കുന്ന അറിവാണ് കടലിലെ അമൂല്യമായ മുത്ത്. അപ്പൊ അതാണ് ആനന്ദം. നമ്മൾ ഈ കടലിലെ മുത്ത് എന്ന് പറയുന്നതാണ് ആനന്ദം. അതുകൊണ്ട് അത് ഓരോന്നും അറിയുമ്പോഴും ആനന്ദം നുകരുകയാണ്, അല്ലെങ്കിൽ ആനന്ദ അനുഭവമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അറിവിന്റെ ആനന്ദത്തിന്റെ പരമാവധിയാണ് അറിവാകുന്ന അനുഭവം. അത് ആത്മാവിലെ പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് പറയാം. അപ്പോൾ പ്രകൃതി ഇവിടെ ജലമാണെങ്കിൽ ജലത്തിന്റെ മറ്റൊരു പേരാണ് അമൃത്. അമൃത് മരണമില്ലായ്മയാണ്. ഈ ജലം എന്നും ഈ സമുദ്രത്തിലുണ്ടാവും, അതൊരിക്കലും ഇല്ലാതാവുന്നില്ല. അപ്പൊ അത് മരണമില്ലാത്തതാണ്. അത് ഒരിക്കലും നശിച്ചു പോകുന്നുമില്ല, അതെന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഓരോ അറിവും അനുഭവങ്ങളും അമൃതമാകുന്ന പ്രകൃതിയിൽ വിളഞ്ഞു വരുന്ന ആത്മപ്രഭാവമാണെന്ന് അറിയുമ്പോൾ നമുക്ക് അമൃതത്വം കൈവരികയാണ് ചെയ്യുന്നത്. നമ്മളുടെ ശരീരം, പ്രകൃതി, നിരന്തരമായി ഉണ്ടാകുന്ന അറിവുകൾ, അനുഭവങ്ങൾ എന്നിവയ്ക്ക് ആത്മാവിൽ നിന്ന് അന്യമല്ല. എല്ലാം ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ആഴി ആത്മാവാണെങ്കിൽ അതിലെ ജലമാണ് പ്രകൃതി. നമ്മൾ ഓരോരുത്തരും ആ തിരമാലകൾ, ഞാനെന്ന് പറയുന്ന ആ തിരമാലകളിലെ കുമിളകളാണ് ശരീരം എന്നും കണ്ടു. അപ്പൊ ഇത് ശരീരമൊക്കെ നശിച്ചു പോയാലും ഇതിലെ ജലം എന്നും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അമൃതത്വം, മരണമില്ലാത്ത അവസ്ഥയാണ് അമൃതത്വം എന്ന് പറയുന്നത്. അതായത് അതിന് ജനന മരണങ്ങളില്ലാതെ നിശ്ചലമായി നിൽക്കുന്ന ഒന്ന് തന്നെയാണെന്ന് കാണാം. ഇങ്ങനെ വിരുദ്ധമായ പല മുഖങ്ങളെയും ഒന്നിച്ച് ഏകത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്യം തന്നെയാണ് ഈ 74-ാമത്തെ പദ്യം. ഇനി 75-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. മണൽ അളവറ്റ് ചൊരിഞ്ഞു. മണൽ ഇങ്ങനെ നിരന്തരം ഉള്ളിലേക്ക് ചൊരിഞ്ഞു വീണുകൊണ്ടിരിക്കും. മണൽ ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കും. വാബിയിന്മേൽ, വാബി എന്ന് പറഞ്ഞാൽ കുളം അല്ലെങ്കിൽ തടാകമൊക്കെ, അതിലൊക്കെ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കും. അപ്പൊ അണിയായി നിരയായിട്ടാണ് ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല വീശിരുന്നവണ്ണം, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വിടുമ്പോൾ കുഞ്ഞ് ഓളങ്ങൾ അല്ലെങ്കിൽ അലകൾ ഇങ്ങനെ ഉണ്ടാവും. വെള്ളം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ വീഴുന്നതനുസരിച്ച്. അനർഥ പരമ്പര വീശി, അസത്യമായ ഭാവങ്ങളുടെ അവസാനമില്ലാത്ത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിയിരുന്നു. അതായത് നാനാ രൂപങ്ങളോടുകൂടി ഉള്ളതായി തീർക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് മണൽ പ്രദേശത്തുള്ള ഒരു കുളം, അതിൽ തെളിഞ്ഞ വെള്ളം നിറഞ്ഞു കിടക്കുകയും എന്നാൽ നിരന്തരമായി കാറ്റടിച്ചു കൊണ്ടിരിക്കുകയും കാറ്റുകൊണ്ട് കരയിലുള്ള ആ മണൽത്തരികൾ അല്ലെങ്കിൽ ആ മണൽ പാളികൾ ഇങ്ങനെ അടർന്ന് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അനക്കമില്ലാതെ കിടക്കുന്ന വെള്ളത്തിൽ അവിടെ ചെറിയ ഓളങ്ങൾ ഉണ്ടാകും. വെള്ളത്തിൽ എന്ത് വീഴുമ്പോഴും അതിന് അനക്കം, അതിനൊരു ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി. ആത്മസത്യമാകുന്ന ജലത്തിൽ അനക്കമില്ലാതെ കിടക്കേണ്ടതാണെന്ന് നമ്മൾക്ക് തോന്നും, ആത്മസത്യമാകുന്ന ജലം. എന്നാൽ കാറ്റടിയില്ലാത്ത ഒരു സമയമില്ല. അതിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാറ്റടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അനക്കങ്ങൾ ഉണ്ടാകും. അപ്പൊ ആത്മാവിൽ തന്നെ പ്രകൃതിയുടെ ഒരു വികൃതി എന്ന തരത്തിലാണ് ഇവിടെ നമ്മൾ ഈ ചലനങ്ങളെ കാണുന്നത്. ആത്മാവിൻ്റെ തന്നെ സർഗാത്മകതയാണ് പ്രകൃതി. അതിൽ സത്യമായ ആത്മാവിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന അസത്യമായ രൂപങ്ങൾ നിരന്തരം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഏകമായ ആത്മസത്യം അനേക രൂപങ്ങളോട് കൂടിയുള്ളതാണെന്ന പ്രതീതി ഉണ്ടാവും. അപ്പൊ ഈ വെള്ളം അനങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിലും ഇതിലിങ്ങനെ നമ്മൾ മണലിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ അനങ്ങി പല പല ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾക്ക് പല പല രൂപങ്ങൾ എന്നൊരു പ്രതീതി ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിന്റെ പരപ്പിൽ ഉണ്ടാവുന്ന കുഞ്ഞു ഓളങ്ങൾ വെള്ളത്തിൽ ഒരു
മാറ്റവും വരുത്തുന്നില്ല. എന്നാൽ ആത്മസത്യത്തിൽ അത് പ്രതീതമായിരിക്കുന്നത് പല പല രൂപങ്ങളായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പൊ ആത്മാവിന്റെ ആകെ സത്തക്ക് അതിന് വല്ല മാറ്റവും ഉണ്ടാവും? ഒരു മാറ്റവും വരുന്നില്ല. അതിൽ ചെറിയ ഓളങ്ങൾ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. ജലം എപ്പോഴും അവിടെയുണ്ട്. അപ്പൊ ആത്മാവിന് യാതൊരു മാറ്റവും ഇല്ലാതെ എന്നും തന്നെ അവിടെ നിലനിൽക്കുന്നു ആ വെള്ളം, അല്ലേ? ഇതാണ് ആത്മാവിന്റെ മായ വൈഭവം. ഈ ഒരു പ്രതിപാദ്യ ഇതാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ ഓരോ ശ്ലോകങ്ങളിലും ഗുരുവും ചിത്തൂടലും ഒന്നു ചേർന്നിരിക്കുന്നു. അതുപോലെ ഈ ആത്മാവ് എപ്പോഴും എല്ലാത്തിലും, അതായത് പ്രകൃതിയിൽ കാണുന്ന എല്ലാത്തിലും, എല്ലാ ചരാചരങ്ങളിലും ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അത് നിലനിന്നു പോകുന്നത്. അപ്പോൾ അതാണ് ഗുരു ഓരോ ഇതായിട്ട് നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തരണം. ഓരോ ഉദാഹരണങ്ങളായിട്ട്, മണലായിട്ടും ജലമായിട്ടും ഒക്കെ നമ്മൾക്ക് ഓരോ ഉദാഹരണങ്ങളായിട്ട് ഗുരുവിലൂടെ പറഞ്ഞു തരികയാണ്. അപ്പം എന്നെ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം, എൻ്റെ ചെറിയ അറിവിലുള്ള ഈ വിവരണം ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.